കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛനെയും അമ്മേനെയും പറത്തുന്ന ഷോട്ട്. അതെ, അച്ഛനും അമ്മയും അബുദാബിയിലുള്ള എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളും യാത്രയാക്കലും ഒക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. അതെ, ഇന്നവരെ യാത്രയാക്കി അവരുടെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വലിച്ചു നീട്ടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കോട്ടയ്ക്ക് നിന്നൊരു 10-10:30 ആയപ്പോൾ പുറപ്പെട്ടതാണ് അവർ കേട്ടോ. നെടുമ്പാശ്ശേരിയിലായിരുന്നു ഫ്ലൈറ്റ്. ഉച്ച സമയം, ഊണിൻ്റെ സമയമായപ്പോൾ അച്ഛനും അമ്മയ്ക്കൊരു ആഗ്രഹം, നമ്മുടെ പഴയിടത്തിൻ്റെ ഹോട്ടലില്ലേ അതിൽ കയറി സദ്യ കഴിക്കണം എന്ന്. അങ്ങനെ അവർക്കൊരു നല്ല സദ്യയൊക്കെ വാങ്ങിച്ചു കൊടുത്തൊരു 3-3:30 ആയപ്പോൾ അവർ നെടുമ്പാശ്ശേരി എത്തി. അപ്പോഴേക്കും ഞാനും അങ്ങോട്ട് എത്തിയിട്ടാ. എൻ്റെ കൂടെ ആദികുട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുമക്കളോടും ഞങ്ങളോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. പക്ഷെ അത് കരച്ചിലാക്കാതിരിക്കാൻ ഞങ്ങളത് കോമഡിയാക്കി എടുത്ത് അങ്ങ് വിട്ടു. 2 മാസമല്ലേ, പോയിട്ട് വരട്ടെ, അത് ദാന്ന് പറഞ്ഞേക്ക് പോയി വരും. എന്നാലും രണ്ടുപേരും അങ്ങ് മാറി നീങ്ങിയപ്പോൾ ഞങ്ങൾക്കും ഒരു വിഷമം വന്നു കേട്ടോ. ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ ആകെ ഒരു ശൂന്യതയായിരിക്കും. എന്നെക്കാളും കൂടുതൽ അത് ഫീൽ ചെയ്യാൻ പോകുന്നത് വിഷ്ണുവിനും വിജിക്കും വാവയ്ക്കും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഇവരെ വരവും കാത്ത് നോക്കിയിരിക്കുന്ന 3 പിള്ളേർ വേറെ ഉണ്ട് കേട്ടോ. താട്ടൻ്റെ കുട്ടികളും അതുപോലെ ചേച്ചിയൊക്കെ അവിടെ നോക്കിയിരിക്കുവാണ് ഇവരുടെ വരവും കാത്ത്. അബുദാബി എയർപോർട്ടിലേക്ക് താട്ടനും ചേച്ചിയും കുട്ടിയോളും ഒക്കെ ഒത്ത് അച്ഛനെയും അച്ഛമ്മേനെയും കൂട്ടാൻ പോകുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ആ താട്ടനുള്ളത് 3 കുട്ടികളാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. ആമിമോള്, അതുകുട്ടി, അതുപോലെ ഇപ്പുണ്ടായ കുഞ്ഞു വാവ. അപ്പോൾ അവരെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലും അച്ഛനും അമ്മയും പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചേട്ടനെ താട്ടൻ എന്നാണ് വിളിക്കുക കേട്ടോ. എത്ര നന്നാക്കി ചേട്ടൻ ചേട്ടൻ എന്ന് ഞാൻ വിളിച്ചാലും എൻ്റെ നാവിൽ അറിയാതെ താട്ടൻ എന്ന് വന്നു പോകും. അപ്പോൾ ആദ്യമേ അങ്ങ് പറയാലോ. അതാണ് എൻ്റെ താട്ടൻ. ഇത് ചേച്ചി, അത് പുതിയ കുഞ്ഞുവാവ. അങ്ങനെ അവർ കാത്തു നിന്ന് ഒടുക്കതാ അച്ഛനും അച്ഛമ്മയും എത്തിക്കഴിഞ്ഞു കേട്ടോ. എൻ്റെ അതുകൂട്ടന് കാണുന്നില്ലായിരുന്നു. കമ്പി പിടിച്ച് കയറിക്കൊണ്ടൊക്കെ കൊച്ചു നോക്കിക്കൊണ്ട് നിന്നത്. അവർ വന്നതും ഓടി ചെല്ലുമായിരുന്നു കുഞ്ഞുങ്ങൾ കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഈ യാത്രാവിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിവേ, ബൈ ബൈ.